എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ യേശുവേ എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഇന്നും ജീവിക്കുന്ന യേശുവേ ആരാധന യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയം കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, പരിശുദ്ധമേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ച ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ച ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം ഇത്രയും കൃത്യമായി നമ്മൾ മുടങ്ങാതെ നടത്തുന്നത്? പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വസ്തത. നമ്മൾ വിശ്വസ്തതയിൽ വീണു പോകാതിരിക്കാനാണ് നമ്മൾ മുടങ്ങാതെ ഉടമ്പടിയുടെ ദൈവത്തോട് ചെയ്ത എല്ലാ വിശുദ്ധീകരണ നടപടികളും ദൈവസ്നേഹത്തോടെ നമ്മൾ നിവൃത്തിയാക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ സഭയിൽ വീണു പോകുന്നവരെ ആദ്യം കണ്ട ആളാണ്. ക്രിസ്തീയമായ ദൈവവിളി കിട്ടിയിട്ട് ആ ക്രിസ്തീയമായ ദൈവവിളിയിൽ വീണു പോകുന്നവരെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് സഭയിൽ. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വീണു പോകാനുള്ള സാധ്യത. വിശ്വാസം സ്വീകരിച്ചവരും വിശ്വാസത്തിലേക്ക് വന്നവരും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ വീണു പോകാൻ ഇടയാക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കുക. കർത്താവേ നിത്യത വരെ എത്തുന്ന അമൂല്യമായ ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വാഗ്ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വിശ്വാസം എനിക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ എന്റെ വിശ്വാസത്തിൽ ഞാൻ വീണു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തിന് സാക്ഷ്യമായി നിൽക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ ജോയ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈ 27 എൻ്റെ മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അവൻ ഡിഗ്രി പഠനത്തിന് ശേഷം അയാട്ട എന്നൊരു കോഴ്സ് പഠിക്കാൻ പോയി. അതിനുശേഷം പിന്നെ കൊറോണ വന്നപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ. അങ്ങനെ പോകുമ്പോൾ അവൻ വേറൊരു കോഴ്സ് പഠിക്കാനായിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ അവന് കിട്ടിയ ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ്. അതിനവൻ അപേക്ഷിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവന് ആ പഠനത്തിന് വേണ്ടി സീറ്റ് കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ പഠനം തുടങ്ങി. പക്ഷേ അവിടുത്തെ പഠനം എന്ന് പറയുന്നത് അവൻ ഹോസ്റ്റലിലായിരുന്നു. ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് മാറിയൊരു ബുദ്ധിമുട്ടുകളും പിന്നെ പഠനത്തിൻ്റേതായ സ്ട്രെസ്സൊക്കെ ആയപ്പോൾ അവന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ പഠനത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി. 7 പേപ്പറാണ് എഴുതേണ്ടത്. അവൻ എഴുതി. ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൻ പഠിക്കണോ എന്തോന്നുള്ളത്. കാരണം നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പഠിപ്പിൽ അധികം ഇടപെടാറില്ലല്ലോ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവന് ഒരു വിഷയത്തിന് മാത്രമാണ് ജയിക്കാൻ പറ്റിയത്. ബാക്കി വിഷയങ്ങളൊക്കെ തോറ്റു. അപ്പം ഞങ്ങൾക്ക് ആകെ ഷോക്കായി. ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് ചെന്നു. സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞത് ഞങ്ങൾക്കങ്ങനെ മുതിർന്ന കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അമ്മച്ചി വിഷമിക്കേണ്ട, അവൻ പാസ്സായിക്കോളും, അവന് നല്ല കഴിവൊക്കെ ഉണ്ട്, പഠനത്തിൽ ചിലപ്പോൾ ഇത്തിരി സമയമെടുത്താലും അവൻ നന്നായി പഠിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നു. ഈ സമയത്താണ് എൻ്റെ മേമ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കുകയാണ്. അതിനു മുൻപ് ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല. മാതാവൽ എവിടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇവൻ്റെ നിയോഗം വെച്ചു, മോനൊന്ന് ജയിച്ച് കിട്ടാനായിട്ട്. എന്തായാലും ഈ കോഴ്സിന് ചേർന്നു, ഇതൊന്ന് പാസ്സാക്കി തന്നെ മാതാവി എന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കാരുണ്യപ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനം. ഒപ്പം ഞാൻ ഇവൻ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. മകനും നല്ല വിശ്വാസമായിരുന്നു. അമ്മ വിഷമിക്കേണ്ട, ഞാൻ പാസ്സാവും എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ടായിരുന്നു. കാരണം നല്ല ഈശ്വര വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവനും ആ ഒരു ദൈവവിശ്വാസത്തിൽ തന്നെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവനൊരിക്കലും തളർന്നിരുന്നില്ല. അത് ഞങ്ങൾക്കൊരു പ്രത്യാശയായിരുന്നു.
അങ്ങനെ അവൻ പിന്നെ അതിന് ശേഷം പിന്നീടാണ് അറിയുന്നത് സെക്കൻഡ് ഇയർ എക്സാം എഴുതണമെങ്കിൽ ഫസ്റ്റ് ഇയർ കൂടി പാസ്സാവണമെന്ന്. അപ്പോഴും വീണ്ടും വർഷങ്ങൾ പോവാണ്. സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സും കഴിഞ്ഞു, പ്രോജക്റ്റ് വർക്കും എല്ലാം അവൻ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഈ പേപ്പറുകൾ പാസ്സാവണം, എന്നാലാണ് ആ കോഴ്സിൻ്റേതായ ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യവും ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതെ ഈ അമ്മയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ ഫസ്റ്റ് ഇയർ എക്സാമുകൾ ഓരോന്നായിട്ട് ഈ 3 പേപ്പറും ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി, എന്നാലും അമ്മ മാതാവ് നടത്തി തന്നു. അവൻ ആ എക്സാമുകളൊക്കെ എഴുതി. അതിനിടയ്ക്ക് അവൻ അയ്യാട്ട കോഴ്സ് പഠിച്ചതുകൊണ്ട് എയർപോർട്ടിലൊരു ജോലിയും കിട്ടുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഫസ്റ്റ് ഇയർ എഴുതാണ്. അത് കഴിഞ്ഞ് 6 മാസത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പേപ്പറുകളെല്ലാം ക്ലിയറായി, അമ്മ മാതാവ് നേടി തന്നു. അപ്പോൾ അവൻ പറയാണ്, ഇനി ഈ ജോലി എനിക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ ജോലി റിസൈൻ ചെയ്യിക്കുകയാണ്. അത് ഒരുവിധം നല്ല കയറ്റം വരുന്ന സമയത്താണ് റിസൈൻ ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ഇനി എന്താവും എന്നുള്ള കൂടുതൽ ഉത്കണ്ഠ ഉണ്ടായി. പക്ഷേ അവന് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് ട്യൂഷൻ ഏർപ്പെടുത്തി. അവൻ്റെ അപ്പച്ചനും അതിനൊപ്പം ഞങ്ങളെല്ലാവരും അവന് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ അവൻ വീണ്ടും സെക്കൻഡ് ഇയർ എഴുതാണ്. സെക്കൻഡ് ഇയർ പേപ്പറുകളും 2 വർഷം കൊണ്ട് 2 പ്രാവശ്യം അവൻ എഴുതിയുള്ളൂ. ആദ്യം 4 പേപ്പർ, പിന്നെ 2 എഴുതി അവൻ അതിന് പാസ്സായി. അങ്ങനെ പാസ്സായി. പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ മാതാവ് അവൻ അന്ന് പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവനെ ജോലിക്ക് വിളിക്കുകയാണ്. എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ PR ആയിട്ട് ജോലിക്ക് കയറി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസൾട്ടും വന്നു. അവനെ മാതാവ് 2 വർഷത്തെ എല്ലാ പേപ്പറുകളും പാസ്സാവാനായിട്ട് സഹായിക്കുകയാണ്. പിന്നീട് അവൻ ആ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ജോലി 6 മാസമൊക്കെ ആവാറായപ്പോൾ അവൻ ആദ്യമേ തുടങ്ങി ഒരു ധൈര്യക്കുറവ് ഒരു ഇതുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഷൻ വരും, ഒരു ധൈര്യക്കുറവ് പോലെ. അപ്പോൾ ഈ ജോലിയിൽ കൂടുതൽ പബ്ലിക്കായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ നൈറ്റൊക്കെ എടുത്തപ്പോൾ അവൻ ആ ജോലി പറ്റുമോ എന്നുള്ളൊരു പ്രതിസന്ധി വീണ്ടും വരാണ്. പക്ഷേ മാതാവ് ഓരോ പ്രതിസന്ധിയിലൂടെയും നമ്മൾ അതിജീവിക്കണം, അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അപ്പം ഞങ്ങൾ വീണ്ടും വിചാരിച്ചു, ഇനി എന്ത് ചെയ്യും? ഉള്ള ജോലി മറ്റേ എയർപോർട്ട് ജോലി അവന് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കളയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കിത് ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞ് ആ ജോലി അവൻ റിസൈൻ ചെയ്തു. അത് ഞങ്ങളെ ഒത്തിരി തകർത്തു. പക്ഷെ ഞങ്ങൾക്ക് മാതാവിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവന് ഇനി എന്ത് ചെയ്യും, ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് കണ്ടുപിടിക്കണം ജോലി. അങ്ങനെ കുറച്ച് നാളൊക്കെ ഇവന് ഹോസ്പിറ്റലിൽ തന്നെ PR അല്ലാത്ത വേറൊരു ജോലി, ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയി. അതിനിടയ്ക്ക് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി സാധ്യത കൂടുതലുള്ളതാണ്. ഇവൻ ഇങ്ങോട്ട് പിൻവലിയുമ്പോഴും ഇവനെ വീണ്ടും ജോലിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് അവന് ജോലിയിലേക്ക് കയറാനും പേടി. ആ അവസ്ഥയിൽ ഞങ്ങൾ എൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ്റെ അപ്പച്ചനും ഒരു ടെൻഷനും ഉണ്ടായില്ല, അതെല്ലാം ശരിയാക്കി തരും, നീ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്നെ ഒരു വചനം സഹായിച്ചത്, കർത്താവേ ഞങ്ങൾ ഇത് മുങ്ങി താഴാൻ പോകണേ, ഞങ്ങളൊന്ന് കരകയറ്റണേ എന്നുള്ള പത്രോസ്ലീഗ കൊടുങ്കാറ്റിൽ പെട്ട് പ്രാർത്ഥിച്ച പോലെ ഞാൻ എൻ്റെ കരമാര പിടിച്ച് വലിക്കുന്ന പോലെ. പിന്നെ ഈ ജപമാല ഞാൻ എപ്പോഴും രാത്രിയും പകലും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ അവൻ്റെ ആ ടെൻഷനൊക്കെ മാറ്റി ഒരു ജോലിയിലേക്ക് എത്തിക്കണേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവനെ വീണ്ടും ജോലി ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ അവന് എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് വിളിക്കുകയാണ്. അത് ദൈവം ഒരുക്കി തന്ന ഒരു സ്ഥലം പോലെയാണ് അവന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവന് അപ്പോഴും ഒരു സ്റ്റാർട്ടിങ് പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവനെ നിർബന്ധിച്ചു, നീ പോന്ന് പറഞ്ഞു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടും ഹോസ്പിറ്റലിലേക്ക് പോയില്ല. അപ്പം ഞാൻ മോളെയും കൊണ്ട് അന്ന് അവളുടെ നേഴ്സിങ്ങിൻ്റെ ജോലി അവൾ പഠിച്ച് കിട്ടി. അപ്പോൾ അവളുടെ ഇൻ്റർവ്യൂവിന് പോയേക്കായിരുന്നു. അന്ന് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഞാനും അവളും കൂടി പോകുമ്പോൾ അവൻ പോയിട്ടുണ്ട്, എന്താവോ മോളെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വചനം തന്നു, പ്രശാന്തമായ പുൽത്തകിടിയിലേക്ക് ഞാൻ നിന്നെ നയിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിന്നെ ഞാൻ നയിക്കും. പുൽത്തകിടി, ആ പ്രശാന്തമായ ആ ജലസഞ്ചി, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാണ്. ആ ഒരു വചനം എന്നെ അന്ന് മുഴുവനും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാന്ത്വനമായിട്ട് വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2:30 ആയപ്പോൾ അവൻ വിളിക്കുകയാണ്, അമ്മ എന്നെ വഴക്ക് വരരുത്, ഞാനിവിടെ തന്നെ ജോലിക്ക് നിൽക്കുക, പക്ഷേ എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല, അപ്പോൾ ഹോസ്റ്റലിൽ ശരിയാക്കണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ആ പ്രാർത്ഥിച്ച വചനം പോലെ തന്നെ ഞാനപ്പോൾ വിളിച്ച് പറഞ്ഞു, അവനവിടെ നിന്ന് പോയി വരാൻ പറ്റില്ല, എന്തായാലും അവനവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അവർ നല്ല സഹകരണവും സ്നേഹവും നല്ല ഒരു അന്തരീക്ഷം അവന് കിട്ടി. അവിടെ തന്നെ താമസിക്കാൻ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട്. അങ്ങനെ മാതാവ് അവിടേക്ക് എത്തിച്ചു. ഇപ്പോൾ അവൻ 4 മാസമായിട്ട് അവിടെ ജോലി ചെയ്യാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം.
ആ ഭയപ്പെട്ട് നിന്ന മോൻ്റെ എല്ലാ ഭയങ്ങളും എടുത്തു മാറ്റി. ആദ്യം അവൻ അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അപ്പോൾ അവൻ്റെ ഫോൺ വരുമ്പോൾ എനിക്ക് പേടിയാണ്, എന്താണാവോ അവൻ. പക്ഷേ ഇപ്പോൾ ഒന്നും വിളിക്കാറില്ല. അവൻ ആ ജോലിയായിട്ട് അവൻ അഡ്ജസ്റ്റായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് വഴി ലഭിച്ച സാക്ഷ്യം. അവന് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ അതാണ് എനിക്ക് ഏറ്റവും വിഷമിപ്പിച്ചത്. അവൻ എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോൾ അവസരം കിട്ടിയാലും കുർബാനയ്ക്ക് പോകും. പക്ഷേ മാതാവ് എന്താണ് അവൻ്റെ മോനിങ്ങനെ എന്നുള്ളൊരവസ്ഥ. പക്ഷേ അവനിലൂടെ ഞങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തതെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ ഉടമ്പടി എടുത്ത് ഇനി പ്രാർത്ഥിക്കണം, അത് തന്നെ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തരും. അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കൂ എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകളുടെയാണ്. നേഴ്സിംഗ് പഠനം കൊറോണ സമയത്തായിരുന്നു. വീട്ടിലേക്ക് ആദ്യം പോയി ഹോസ്റ്റലിലേക്ക്, വീണ്ടും ബാഗൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഓൺലൈൻ പഠനം. പിന്നെ അവൾക്ക് അതിൻ്റെ പഠനത്തിൻ്റേതായ സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരും. ഭക്ഷണം പറ്റില്ല. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ അടുത്തുള്ള പ്രാർത്ഥന മുടക്കിയില്ല. കാരുണ്യപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യും. മോൾ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ നേഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അവൾക്കും ജോലി ലഭിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ അവൻ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മാതാവ് ഞങ്ങളിൽ നിന്ന് ഒത്തിരി അനുഗ്രഹിച്ച് ഇരിക്കുന്നൊരു നിമിഷമാണ്. ഇനി എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ 18 വർഷം അധ്യാപികയായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്തു. കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവേ, എനിക്കൊരു ഇത്രയും പഠിച്ച് BEd എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ട് എനിക്കൊന്നും എത്താൻ സാധിച്ചില്ല. അതിന് ഞാൻ നിരാശപ്പെടാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കാണിച്ചു തരണേ മാതാവെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് വീട്ടിൽ തന്നെ ട്യൂഷൻ ഏർപ്പെടുത്തി മാതാവിനെ സഹായിച്ചു. ഇന്നും എനിക്ക് ആ ജോലിക്ക് പോയിരുന്നതിൻ്റെ ഇരട്ടി പൈസയാണ് ട്യൂഷനിലൂടെയൊക്കെ ലഭിക്കണേ. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. പ്രാർത്ഥനയിൽ ആളെയാണ് ഞാൻ അനുകരിക്കാറ്. കാരണം അത്രയും സജീവമായ വിശ്വാസം. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം കല്യാണം കഴിഞ്ഞാൽ വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വെറും 0 നിന്നാണ് തുടങ്ങിയത്, വാടക വീട്ടിൽ താമസിച്ച്. പക്ഷേ ഞങ്ങൾ അന്നും ദൈവത്തിൽ ആശ്രയിച്ചു. ഞങ്ങൾ ഇന്നും ദൈവം പരിപാലിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മുടെ വിശ്വാസം ആഴപ്പെടണമെന്ന്. വിശ്വാസം ആഴപ്പെടാനാണ് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയൊക്കെ ദൈവം തന്നത്. അത് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും സമയങ്ങൾ വൈകിയാലും വിഷമങ്ങളുണ്ടായാലും മാതാവ് നടത്തി തരാണ്. അപ്പം ഞാൻ ജൂബിലി നമ്മുടെ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ റാലിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സാക്ഷ്യം കുറേ വൈകാണ് മാതാവ്, എനിക്കൊന്ന് സാക്ഷ്യം പറയാനൊന്ന് ഒരുക്കി തരണേന്ന്. അതായിരുന്നു എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ജപമാല റാലിയിൽ ഈ വർഷം പോന്നത്. അതിന് ദൈവം ഇന്ന് എനിക്കൊരു ദിവസം ഒരുക്കി തന്നു. അതെൻ്റെ ഒരു സാക്ഷിയാണ്. പിന്നെ ജപമാല റാലിയിൽ വന്നിട്ട് എനിക്ക് വീണ്ടും ഇനിയും വരണം എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എപ്പോഴും ആ ഒരു വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുമ്പോൾ ഛർദി തലവും. പക്ഷെ ഒന്നും എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അടുത്ത വർഷം ഞാൻ ജപമാല റാലിയിൽ വരാൻ മാതാവിനെ സഹായിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് റോഡുകളിൽ നടന്ന് വിതരണം ചെയ്യും. ഞാൻ ഓരോ പേപ്പറും എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പം ഞാൻ പറയും മാതാവേ ഇത് ആവശ്യമുള്ളവരെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണേന്ന്. അതുപോലെ തന്നെ മാതാവ് എന്നോട് വളരെ സ്നേഹത്തോടു കൂടി എപ്പോഴും പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ പത്രം അങ്ങനെ കൊടുക്കും. പിന്നെ പ്രേക്ഷിത വേല കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പോവും. തീർച്ചയായിട്ടും ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വൃദ്ധസദനം ഞാൻ വർഷങ്ങളായിട്ട് കാണേണ്ടതാണ്. ഇപ്പോൾ അവിടെ ഓരോരുത്തർക്കും ഡേറ്റ് ഇട്ട് തന്നിട്ടാണ് സിസ്റ്റേഴ്സ് അവിടെ ഓരോ ഉടമ്പടി എടുത്തവർ വന്ന് അമ്മമാരെ കുളിപ്പിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ അലക്കലും അങ്ങനെ തുടക്കലും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തരും. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. അത് ഞങ്ങൾ ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ അമ്മമാർ. അപ്പോൾ ചെന്നില്ലെങ്കിൽ എൻ്റെ മോള് വന്നില്ല എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ആ ഒരു പ്രേക്ഷിത വേല എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനത് ആഴ്ചയിൽ ഒരിക്കൽ പോകും. പിന്നെ ദിവ്യബലി ഞങ്ങൾ മുടക്കാറില്ല. 5:30 മണിക്ക് എന്നും ഞങ്ങൾ 2 പേരും ദിവ്യബലിക്ക് മുടങ്ങാതെ പോകും. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ കാത്തിരിക്കുന്ന വചനം പോലെ ഞാൻ സമയം ഇടയ്ക്ക് നോക്കി അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് ദൈവം എന്നും അൾത്താരയിൽ ഓരോ ദിവസവും മക്കളെ സമർപ്പിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്ത എൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് 6 സഹോദരന്മാരുണ്ട്. അവരോടും പറയും സാക്ഷ്യം. ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന കാര്യം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഉടമ്പടിയിൽ വിശ്വാസമാണ്. എന്നിലൂടെ അവരും എൻ്റെ ഒരാൾ വന്നിരുന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും എനിക്ക് പറ്റാവുന്ന രീതിയിൽ. പിന്നെ ഞാൻ മതബോധന അധ്യാപികയാണ്. 18 വർഷമായിട്ട് ഞാൻ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് ആദ്യമേ തുടങ്ങി. മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അനുഭവിച്ച ഈശോയെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും തീക്ഷ്ണതയോടെ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് മെയിനായിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തൈലം എല്ലാ എക്സാമിന് മുന്നേ തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായുണ്ടായ അനുഭവം, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം ഭക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര കരച്ചിലൊക്കെ വന്ന് സങ്കടം വന്ന് ഒരു മാതാവ് സൗഖ്യപ്പെടുത്തിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ച മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു. பேர் ரவி மெல்கியாஸ், கன்னியாகுமரி தமிழ்நாடு கன்னியாகுமரி மாவட்டம் சின்னத்தூர்லேருந்து. என்னோடய ஒய்ஃப் சிட்டா ரவி. நான் 2024 பிப்ரவரி 19 தான் முதல் உடன்படிக்கை செஞ்சுருக்கேன். ஒரு 19 வருஷமாக வளைகுடாவில் தான் வேலை செஞ்சிட்ருக்கேன். கடந்த வருஷம் 24 பிப்ரவரியில் இங்கே உடன்படிக்கை செஞ்சதுக்கப்புறம் நான் மஸ்கட்டில் போனதுக்கப்புறம் எனக்கு அதுக்கப்புறம் நான் அதுக்கு முன்னாடியும் ஒரு 19 வருஷமாக அங்கே வேலை செஞ்சிட்ருக்கும்போது இங்கே ஊர்லேயும் 2-3 தொழில் செஞ்சிட்ருக்கோம். ஒரு மாட்டுப்பண்ணை, வேறு கொஞ்சம் கார்மெண்ட்ஸ், பொட்டிக், அந்த மாதிரி தொழில் நிறுவனம் வச்சுருக்கோம். அந்த தொழில் அதுக்கு முன்னாடி உடன்படிக்கை சேரக்கு முன்னாடி வேலையிலையும் ஒரு சின்ன பிரச்சனை வந்துட்டு இருந்தது. வேறு தொழில்கள்லையும் கொஞ்சம் அவ்வளோ ஸ்டடி இல்லாமல் போயிட்டு இருந்தது. அந்த டைமில் தான் என்னை ஃப்ரெண்டு விளையாட்டு எனக்கு கிருபாசனம் பற்றி தெரிய வந்தது. அதில் பிப்ரவரியில் 19ஆம் தேதி இங்கே வந்து உடன்படிக்கை செஞ்சுட்டு நான் திரும்ப லீவ் முடிஞ்சு மஸ்கட் போயிருந்தேன். போன அந்த உடன்படிக்கையிலே நான் எழுதியிருந்தேன், விண்ணப்பத்தில் எழுதியிருந்தேன், எனக்கு வேலையில் திருப்தி வேணும். இன்னொன்று, என் பொண்ணு 10ஆம் வகுப்பு அப்போ எக்ஸாம் எழுத போகிறா. அந்த எக்ஸாமில் 400க்கு மேலே கண்டிப்பாக மார்க் வேணும் அப்படி எழுதியிருந்தேன். அதே மாதிரி எனக்கு நான் மஸ்கட் போன ஒரு 2 மாதத்துல ஏப்ரல்லே எனக்கு கத்தார்லேருந்து ஒரு நல்ல ஒரு வேலைவாய்ப்பு வந்தது. அந்த வேலைவாய்ப்புக்கு நான் ஜூன்லே அங்கே ரிசைன் பண்ணிட்டு வந்து திரும்ப ஆகஸ்ட்டில் கத்தாரில் போய் ஜாயின் பண்ணிட்டேன். என் பொண்ணு 10ஆம் வகுப்பில் நான் 400 மார்க் கேட்ட இடத்துல கரெக்டாக 401 மார்க் கிடச்சது. அப்புறம் நான் இங்கே வந்து திரும்ப கத்தாரில் போகிறதுக்கு முன்னாடி திரும்ப இங்கே வந்து ஆகஸ்ட் 1ஆம் தேதி உடன்படிக்கை செய்துட்டு கத்தாருக்கு போனேன். கத்தாருக்கு போய் அங்கே போய் வேலை செஞ்சுட்டு இருக்கும்போது நம்ம ஃபாதரோட தியானம் எல்லாம் அடிக்கடி கேட்குறது உண்டு. அப்படி ஒரு நாள் செவ்வாய்க்கிழமை தியானம், ஃபாதர் ஜோசப் பச்சனோட செவ்வாய்க்கிழமை தியானம் கேட்டுட்டு இருக்கும்போது அந்த தியானத்தில் ஜபத்தில் நான் கலந்து கொண்டேன். தியானத்தில் ஃபாதர் ஜபம் உடலில் எங்கெல்லாம் நோய் இருக்கோ அங்கெல்லாம் கை வச்சு ஜபம் செய்யும்போது நானும் செய்துட்டு இருந்தேன். அந்த ஜபம் முடிஞ்சு அந்த தியான லிங்கை என் ஒய்ஃபுக்கு அனுப்பியிருந்தேன். ஆனால் என் ஒய்ஃபுக்கு என்னன்னா கிட்டத்தட்ட ஒரு 3 வருஷத்துக்கு மேலே மார்பு வலி இருந்துகிட்டே இருந்தது. அது நாங்கள் பல ஹாஸ்பிட்டலில் போயிருந்தோம். கிம்ஸ்லேயும் நம்ம நாகர்கோவில் எங்கள் ஊர்களில் கன்னியாகுமரி மாவட்டத்தில் பல ஹாஸ்பிட்டலில் போயிருந்தோம். இங்கே திருவனந்தபுரத்தில் கிம்ஸ்லேயும் வந்து செக் பண்ணப்போதும் எதுவும் பெருசாக ஒன்றும் இல்லை, ஏதாவது மருந்து தந்துடுவாங்க, ஆனாலும் அந்த வலி எதுவும் குறையாது, அது அவள் இருந்துகிட்டே இருந்தது. அப்போ அந்த தியானம் கேட்டுட்டு இருக்கும்போது ஃபாதர் உடம்பில் எங்கெல்லாம் வலி இருக்கோ அங்கெல்லாம் கை வச்சு ஜபிங்கன்னு சொல்ல நேரத்தில் என் ஒய்ஃப் அந்த இடத்துல கை வச்சு ஜபிச்சு அந்த செகண்ட்லேருந்தே வலி போயிடுச்சு. இன்னை வரைக்கும் அந்த வலியே கிடையாது. திரும்ப கொஞ்சம் பண பிரச்சனைகள்லாம் இருந்தது. அப்போ நாங்கள் லோனுக்கு ட்ரை பண்ணப்போ லோன் எதுவும் அமையலை. திரும்ப நாங்கள் ஜெபம் செஞ்சுட்டு இருக்கும்போது திடீர்னு அதுவாகவே லோன் அமைந்து அந்த கடன்கள்லாம் அப்போவே முடிஞ்சிடுச்சு. வேறு இப்போ ஒரு வாரத்துக்கு முன்னாடி கூட என் மனைவிக்கு திடீர்னு உடம்பில் சின்ன கொப்பளமாக இருந்தது. அந்த இடத்துல அப்போ நான் உடன்படிக்கை தைலத்தை எடுத்து விசுவாச பிரமாணம் சொல்லி அந்த இடத்துல பூசி கொடுத்த உடனே அந்த கொப்பளம் வந்து வலியோடு அழுதுட்டு இருந்தாங்க. அந்த உடனே தைலம் தடவின உடனே வலியெல்லாம் போயிடுச்சு. அவங்களுக்கு வலி போயிடுச்சு, உடனே ரிலாக்ஸ் ஆகி எல்லாம் சரியாயிட்டாங்க. வேறையும் எப்போல்லாம் எங்களுக்கு கொஞ்சம் பிரச்சனைகள் வருதோ அந்த டைம்லலாம் மனசில் ஏதாவது கஷ்டம் வருதோ அந்த டைம்லலாம் காசுரூபம் எடுத்து ஜபிச்சோம்னாலோ இல்லைனா உடன்படிக்கை தைலம் எடுத்து என் பொண்ணுக்கும் அப்பப்போ காலில் எப்பாவது இப்போ நேற்றையும் பொண்ணு காலில் சொலுக்கு வந்தது, அந்த பிடிச்சிட்டே இருந்தது. கொஞ்சம் நேரமாக வேறு ஏதாவது கூட தடவை பார்த்தா ஒன்றும் முடியலை. உடன்படிக்கை தைலம் எடுத்தால தடனை உடனே கால் ரிலீஃப் ஆச்சு. இந்த மாதிரி பல நேரங்களில் எங்களுக்கு இந்த காசுரூபம் இல்லை உடன்படிக்கை தைலம் சின்ன நிறைய விஷயங்கள் நடந்துட்டுருக்கு. ஒவ்வொன்றுக்குமே எப்போல்லாம் நாங்கள் கேட்டாலும் உடனே எல்லாமே நல்லபடியாக நடந்துகிட்ருக்கு. இது எல்லாத்துக்கும் இங்கே நாங்கள் கிருபாசனத்தில் வந்த இதுலேருந்து எங்களுக்கு தொழிலையும் அதுக்கப்புறம் ஸ்டடி, அதாவது நல்ல கான்ஃபிடென்ட் வந்துடுச்சு.
தொழில் நல்ல ஸ்டடியாக போயிட்டுருக்கு. இங்கே வந்ததுலேருந்து அப்போ நாங்கள் டெய்லி கோயிலுக்கும் போவோம். முன்னாடி நான் கல்ஃபில் இருக்கனால வீக்கெண்ட் வெள்ளிக்கிழமை மட்டும்தான் கோயிலில் போவேன். இங்கேயும் ஞாயிற்றுக்கிழமை மட்டும்தான் கோயில் ஊருக்கு வந்தாலும் இப்போ கொஞ்ச நாளாக பக்கத்தில் இருக்க டிவைன் சென்டரில் டெய்லி கோயிலுக்கு போகிறோம். டெய்லி கோயிலுக்கு போகும்போது ஒரு மாதமாக போயிருப்போம். அதில் ஒரு 10 நாளாவது ஒரு நம்ம முல்லைப்பூ மனம் முதல்ல ஒரு 4-5 நாள் வந்தது. ஒரு கடினமான முல்லைப்பூ மனம் 4-5 நாள் வந்தது. அதில் எனக்கு சந்தேகம் வந்தது, ஒருவேளை இது பர்ஃப்யூமாக இருக்குமோன்னு சொல்லி. என் மனைவிக்கும் 2 நாளாக வந்தது. அப்போ நாங்கள் 2 பேரும் பேசிக்கிட்டோம், இது ஒருவேளை பர்ஃப்யூமோட இருக்கலாம். அப்படி சந்தேகமாக பேசுனதுலேருந்து ஒரு 3 வாரத்துக்கு அந்த மனம் வரவே இல்லை. அப்புறம் திரும்ப இப்போ கடந்த வாரத்தில் இப்போ 3 நாளுக்கு முன்னாடி திரும்ப மனம் வந்தது. அந்த மனம் வரும்போது ஒரு நல்ல ஒரு மனசுக்கு நல்ல எந்த ஒரு கவலையும் இல்லாத ஒரு நல்ல ஒரு ஃபீல் வரும். இந்த மாதிரி எங்களுக்கு எல்லா தேவைகள்லையும் ஆண்டவராக இயேசு கிறிஸ்து உதவியால் எங்களுக்கு எல்லாமே நல்லபடியாக நடந்துகிட்ருக்கு. மனசில் தைரியம், நம்பிக்கை, மகிழ்ச்சி. முதல்ல ஒரு பதட்டம், ஒரு கவலை அந்த மாதிரி இருந்துகிட்டே இருக்கும். இப்போ அந்த எதுவுமே இல்லை. பிரச்சனைகள் அப்பப்போ இருக்குதா, ஆனால் அந்த ஒரு நம்பிக்கையும் தைரியமும் மகிழ்ச்சி இப்போ இருந்துகிட்டே இருக்குது. மாதாவுக்கு நன்றி, இயேசுக்கு நன்றி, பரிசுத்தாவிக்கு நன்றி. உடன்படிக்கை பத்திரம் நான் எனக்கு தெரிஞ்ச நண்பர்களுக்கு மட்டும் தான் கொடுத்துருக்கேன். ஆனால் என்னோடய மனைவி எங்களுக்கு இது கார்மெண்ட்ஸ் இருக்குது, பொட்டிக் இருக்குது, அங்கே வர எல்லா கஸ்டமருக்கும் கொடுப்பாங்க அடிக்கடி. வேறு எங்கள் கார்மெண்ட்ஸில் வேலை செய்கிற நம்ம கிறிஸ்டியன்ஸ், வேறு மற்ற மதத்தில் உள்ள எல்லாருக்குமே அதை கொடுப்பாங்க அடிக்கடி. அந்த இது பண்ணியிருக்கோம். வேறு எங்களுக்கு இந்த தொழில்கள்னால இப்போ கார்மெண்ட்ஸ்னால சில ஸ்கூல்களுக்கெல்லாம் எங்களுக்கு ஃபுல் ஆர்டர் கிடைக்கும். அப்போ அந்த ஸ்கூல்லே நாங்கள் எல்லாத்துக்கும் பேமெண்ட் வாங்க மாட்டோம். அந்த ஸ்கூலில் பேரண்ட்ஸ் இல்லாத ரொம்ப கஷ்டப்படுறவங்களோட அந்த பேமெண்ட்டை நாங்கள் டிஸ்கவுண்ட் பண்ணி தான் கொடுப்போம். வேறு எங்களுக்கு பண்ணை இருக்குது, மாட்டு பண்ணை, பால் நாங்கள் சேல் பண்ணுறோம். அந்த பாலும் ஒருவேளை ரொம்ப அத்தியாவசியமாக தேவைப்படுறவங்களுக்கு, அவங்களால முடியாதவங்களுக்கு, காசு கொடுக்க முடியாத அந்த மாதிரி எங்களுக்கு தோன்றவங்களுக்கெல்லாம் ஃப்ரீயாக கொடுத்துட்ருக்கோம். இந்த மாதிரி உதவிகளும் செய்கிறோம். ஆனால் எல்லாத்துக்கும் கடவுளோட கிருபை தான் இந்த தொழில் நல்லபடியாக நடக்கிறதுக்கும், இந்த இவ்வளோ கான்ஃபிடென்ட்டாக இருக்குது. ஏன்னா இந்த கிருபை இடையில கொஞ்சம் நாங்கள் ரொம்ப ஸ்ட்ரெஸ் ஆகிட்டோம் அந்த தொழில்கள்லையும் வேலையிலையும். ஆனால் எல்லாம் கடவுளோட கிருபையில் அந்த ஒரு நல்ல கான்ஃபிடென்ட்டாகவும், வேறு இப்போ எல்லாமே தொழிலும் ஸ்டடியாக போகுது. மொத்தத்தில் மனசில் நல்ல சந்தோஷம் வந்திருக்கு. கடவுளுக்கு நன்றி. தேங்க்ஸ் டு மதர் மேரி, கிருபாசனம் சஞ்சாரி மாதா, ஆண்டவராக இயேசு கிறிஸ்து, ஜீசஸ் கிரைஸ்ட். தேங்க்ஸ் டு பிரைஸ் தி லார்ட்.